പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന വനനിയമങ്ങളെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. 1927 ഇന്ത്യൻ വനനിയമത്തിലെ അധ്യായം 3 എന്തിനെ വിശദീകരിക്കുന്നു? സംരക്ഷിത വനങ്ങൾ, വില്ലേജ് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ്, വന ഉൽപ്പന്നങ്ങൾ. ശരിയുത്തരം വില്ലേജ് ഫോറസ്റ്റ്. 1972 വന്യജീവി സംരക്ഷണത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് വന്യജീവി സങ്കേതം എന്ന് ഒരു പ്രദേശത്തെ പ്രഖ്യാപിക്കുന്നത്? സെക്ഷൻ 18, സെക്ഷൻ 18B, സെക്ഷൻ 19, സെക്ഷൻ 18C. ശരിയുത്തരം സെക്ഷൻ 18. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആര്? കീർത്തി വർദ്ധൻ സിംഗ്, ഭൂപേന്ദർ യാദവ്, ഡോക്ടർ ഹർഷ വർദ്ധൻ ഇവരാരുമല്ല. ശരിയുത്തരം ഭൂപേന്ദർ യാദവ്. വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ അതിലുൾപ്പെട്ട വസ്തുക്കൾ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന വകുപ്പ്? സെക്ഷൻ 55, സെക്ഷൻ 57, സെക്ഷൻ 52, സെക്ഷൻ 54. ശരിയുത്തരം സെക്ഷൻ 52. സംരക്ഷിത വനപ്രദേശങ്ങൾക്കായി നിയമങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം നൽകുന്ന 1927 വനനിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 33, സെക്ഷൻ 32, സെക്ഷൻ 35, സെക്ഷൻ 34. ശരിയുത്തരം സെക്ഷൻ 32. ഇന്ത്യൻ വനനിയമം 1927 ഏത് വകുപ്പ് പ്രകാരമാണ് ഒരു വനഭാഗത്തെ റിസർവ്ഡ് ഫോറസ്റ്റ് അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത്? സെക്ഷൻ 27, സെക്ഷൻ 24, സെക്ഷൻ 18, സെക്ഷൻ 12. ശരിയുത്തരം സെക്ഷൻ 27. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? 1992, 1994, 1982, 2002. ശരിയുത്തരം 1992. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ശരിയുത്തരം ഡി. ഇന്ത്യൻ വനസംരക്ഷണ നിയമം 1980 നിലവിൽ വന്നതെന്ന്? 25 നവംബർ 1980, 25 ജനുവരി 1980, 25 ജൂൺ 1980, 25 ഒക്ടോബർ 1980. ശരിയുത്തരം 25 ഒക്ടോബർ 1980. ദേശീയ വന്യജീവി ബോർഡിൻ ചെയർപേഴ്സൺ ആര്? വനം വന്യജീവി വകുപ്പ് മന്ത്രി, സായുധ സേനാ തലവൻ, പ്രധാനമന്ത്രി, നിതി ആയോഗിൽ പരിസ്ഥിതി, വനം എന്നിവയുടെ ചുമതലയുള്ള അംഗം? ശരിയുത്തരം പ്രധാനമന്ത്രി. സംരക്ഷിത മേഖല നിർവചിച്ചിരിക്കുന്ന 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 224A, സെക്ഷൻ 222, സെക്ഷൻ 220, സെക്ഷൻ 226A. ശരിയുത്തരം സെക്ഷൻ 224A. ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്ട് ആരംഭിക്കപ്പെട്ടത് എന്ന്? 2020 ജനുവരി 1, 2020 ജൂൺ 5,
2020 ഓഗസ്റ്റ് 15, 2020 ജൂലൈ 29. ശരിയുത്തരം 2020 ഓഗസ്റ്റ് 15. 1927 വനനിയമപ്രകാരം മരങ്ങളിലെ അടയാളങ്ങളോ അതിർത്തി സംബന്ധിച്ച വിവരങ്ങളോ നശിക്കുന്നതിനുള്ള ശിക്ഷ വിവരിച്ചിരിക്കുന്ന വകുപ്പ്? ശരിയുത്തരം സെക്ഷൻ 63. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ച് പറയുന്നു? സംരക്ഷിത മേഖലകൾ, ദേശീയ വന്യജീവി ബോർഡ് നിയമപ്രകാരമുള്ള അധികാരികൾ ഇവയൊന്നുമല്ല. ശരിയുത്തരം സംരക്ഷിത മേഖലകൾ. ഏഷ്യാറ്റിക് ലയന്റെ ശാസ്ത്രീയ നാമം എന്ത്? പാന്തറ ലിയോ പെർസിക്ക, പാന്തറ ലിയോ മെർസിക്ക, പാന്തറ ലിയോ മെർവിൻ. ശരിയുത്തരം പാന്തറ ലിയോ പെർസിക്ക. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1. ഇത് സ്ഥാപിക്കപ്പെട്ടത് 2005-ലാണ്. 2. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 3. ഇത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രൂപവത്കരിക്കപ്പെട്ടിരിക്കുന്നു. ശരിയുത്തരം 1, 2, 3 ശരിയാണ്. പ്രത്യേകിനം ചെടികളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ അധ്യായം? അധ്യായം 2, അധ്യായം 4, അധ്യായം 3A, അധ്യായം 5. ശരിയുത്തരം അധ്യായം 3A. വനഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വിശദമാക്കുന്ന വനസംരക്ഷണ നിയമം 1980 വകുപ്പ്? സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 2, സെക്ഷൻ 5. ശരിയുത്തരം സെക്ഷൻ 2. കസ്റ്റംസ് പോർട്ടുകളിലൂടെ മരങ്ങളുടെ വിനിമയത്തിൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരത്തെപ്പറ്റി വിശദമാക്കുന്ന വകുപ്പ്? സെക്ഷൻ 40, സെക്ഷൻ 41A, സെക്ഷൻ 42, സെക്ഷൻ 41. ശരിയുത്തരം സെക്ഷൻ 41A. താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? ശരിയുത്തരം 1, 2 ഇവ ശരി. താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? ശരിയുത്തരം 1, 2, 3 ഇവ ശരി. വനഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി വിശദമാക്കുന്ന 1980 വനസംരക്ഷണ നിയമത്തിലെ വകുപ്പ്? സെക്ഷൻ 3A, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5. ശരിയുത്തരം സെക്ഷൻ 3A. ഹിമപ്പുലികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രോജക്ട് സ്നോ ലെപ്പേർഡ് ആരംഭിച്ച വർഷം? 1999, 2009, 1989, 2019. ശരിയുത്തരം 2009. പ്രൊജക്ട് ചീറ്റ ഔദ്യോഗികമായി ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന്? 2022 ഓഗസ്റ്റ് 15, 2020 നവംബർ 7, 2022 സെപ്റ്റംബർ 17, 2020 ഡിസംബർ 1. ശരിയുത്തരം 2022 സെപ്റ്റംബർ 17.
ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.